നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആരാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നറിയാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി ആ ദിവസങ്ങളിൽ തന്നെ ആ രാത്രി തന്നെ മറ്റ് ക്യാമറാസ് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ഈ കുട്ടിയെ കിട്ടിയത്. അപ്പൊ അത്രയും ദൂരം ഈ പറയുന്ന 1.5 മണിക്കൂറിൽ കുട്ടിയുമായിട്ട് ആ വ്യക്തി സഞ്ചരിച്ചിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഏരിയ നമുക്ക് വേറെ അത്ര ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തുടക്കത്തിലുള്ള ക്യാമറകൾ പരിശോധിച്ച സമയത്ത് ലഭ്യമായിട്ടുള്ള വിഷ്വൽസ് അത് സോഷ്യൽ മീഡിയയിലൂടെയും ഇവിടെയുള്ള പത്ര മാധ്യമങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളതുണ്ടായിരുന്നു. ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമായിട്ടുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻസും നമ്മൾ കൊടുത്തു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പൊതുജനങ്ങളുടെ ഭാഗത്ത് ഒരു റെസ്പോൺസ് ഒക്കെ ഉള്ളതുണ്ടായിരുന്നു. അവർ കുറച്ച് ആൾക്കാരെ വിളിച്ചതുണ്ടായിരുന്നു. കൂടാതെ നമ്മളും ഈ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്രയും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്, അത്രയും ഭാഗത്തെ ക്യാമറകൾ നോക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പെഷ്യൽ ടീം അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു 18 പേരടങ്ങുന്ന ഒരു സംഘം മാനന്തവാടി ഡിവൈഎസ്പി വിശംബറിന്റെ സൂപ്പർവിഷനിൽ ഇൻസ്പെക്ടർമാരായിട്ട് റഫീഖ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ബിജു ആന്റണി ഉണ്ട്, അതുപോലെ കമ്പളക്കാട് ഇൻസ്പെക്ടർ സന്തോഷ് ഉണ്ടായിരുന്നു, അതുപോലെ ഈ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടേഴ്സും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഡാൻസ് ആർട്ട് ടീമിലുള്ള അംഗങ്ങളും അങ്ങനെ ഒരു വിപുലമായിട്ടുള്ള ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം അവരുടെ ബ്രീഫിംഗ് ഉള്ളതുണ്ടായിരുന്നു. രാവിലെ എൻ്റെ ഓഫീസിലും ഇതിന്റെ റിവ്യൂ ഞങ്ങൾ നടത്തിയിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ വിവിധ ടീമുകളായിട്ടാണ് നമ്മൾ തിരിഞ്ഞ് അന്വേഷണം നടത്തിയത്. അതിന് പ്രധാനമായിട്ടും ഈ റൂട്ട് ഈ കുട്ടിയും കൊണ്ട് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള റൂട്ടിലൂടെ ഉള്ള CCTV ക്യാമറാസ് മുഴുവൻ തന്നെ നമ്മൾ കളക്ട് ചെയ്തു. അത് നമ്മൾ അനലൈസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഈ ഒരു സമയം വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിന്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ചും ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അതിലെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ ടീം ഈ ബാറുകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ഫുട്ടേജ് കൂടി കളക്ട് ചെയ്തു. അത്തരത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ആ ഒരു വാഹനം നമ്മുടെ ഓഫീസേഴ്സ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ആ ഒരു ചെറിയൊരു കളറും അതിന്റെ ഒരു മോഡലൊക്കെ കണ്ടപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തു. ആ രീതിയിൽ വാഹനം ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, പ്രതിയെ ഐഡന്റിഫൈ ചെയ്തു. ഇന്നലെ അതിനുശേഷം ആ പ്രതിയെക്കുറിച്ചുള്ള വിവരം ഇന്നലെ രാത്രിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പിന്നെ പ്രതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് അയാളുടെ കോഴിക്കോട് ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ ടീം ഇവിടുന്ന് പോയി അതുപോലെ തന്നെ കോഴിക്കോട് ക്രൈം സ്ക്വാഡിലും ഞാൻ വിവരം അറിയിച്ചു. അവരും ആ സമയം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആ പ്രതിയെ അപ്രഹെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രതിയുടെ പേരെന്ന് പറയുന്നത് ജിഹാസ് ആണ്. ജിഹാസ് ഇബ്രാഹിം, പടിഞ്ഞാറത്തറ ഭാഗത്താണ് അയാളുടെ വീട്.